ഇന്ന് നേരത്തെ മഴ തുടങ്ങി. നേരത്തെ നല്ല ആറ്റുണ്ടായി. ഓ ഇവള് തുണി തിരുമ്പാൻ തന്നെയാ മീൻ കിട്ടിട്ടാ. കുറച്ച് തുണി തിരുമാനുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എന്തൊരു മഴ പോട്ട് വിചാരിച്ചു. അതാ വൈദ്യുതി. എന്നാ മീൻ കിട്ടി. നല്ല മഴ തന്നെ വേദിനി. പതയ്ക്കണം, കേറ്, കൈപിടിക്കണ. നല്ല അണർമത്തിയാ നട്ടാ. അണർമത്തി നടക്ക്. സമയം 6 മണിയായില്ലേ? 6 മണിയിൽ കഴിഞ്ഞു. ഇന്ന് പാട് വൈകി. മീൻ മുറിച്ചായാ? മീൻ മുറിച്ചായി. അവിടെ മഴയായതുകൊണ്ട് ഇടുന്ന മുറിച്ചു. ഉപ്പിതാ 2 കത്തിണ്ടാ? ഒന്ന് നാടൻ കത്തിയും ഒന്ന് കത്തിയും. കിണറ് കാണിക്കറാ. അത്രയും ഇല്ലു അല്ലേ? അതൊന്നും ആക്കാം. ഇതെന്നാക്കുന്ന ഇപ്പം അച്ഛന് പനിയല്ലേ? അച്ഛന് പനിയന്നെ. അച്ഛനെ പനിക്കുന്നു കേട്ടാ. അച്ഛൻ ഇന്ന് കൂട്ടൂല. പൊരിക്കല്ലേ? അത് ഒന്നും ആക്കിയും ചെയ്യല്ലേ? കിണറ് ഫ്രൈ ആക്കാം അല്ലേ? അമ്മ പിന്നെ പൊരിച്ച കൂട്ടുമല്ല, അമ്മ കൊണ്ട് കൊടുക്കാം. മതിയില്ലേ? മതിയാ? അത് ചാടുന്നല്ലേ? അടയാറ്റം വെച്ചേ. പൂച്ചിനായിയാറ്റം വരും. അവിടെ വെച്ചല്ലേ തിന്നോട്ടെ. അവര് തിന്നോട്ട്. അപ്പോൾ ലത മത്തിയെ നല്ല വൃത്തി മുറിച്ച് ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലത അടുത്തത് ചെറിയുള്ളി മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മത്തി നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇതാ കിണറ്, നമ്മളിങ്ങോട്ട് മീൻ മുട്ടയ്ക്ക് കിണറെന്നാണ് പറയലേ അല്ലേ? കിണറെന്നാണ് പറയല്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഫ്രൈ കണക്കത്തെ ഐറ്റം ഉണ്ടാക്കുന്നു അല്ലേ? ഫ്രൈ ചെറുങ്ങ പറ്റ സാറിലൈറ്റം അല്ലേ? അപ്പോൾ എങ്ങനെയല്ല അത് ആക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചെറിയുള്ളിയും തക്കാളിയെല്ലാം എരിയുന്നുണ്ട്. കൊളാമെന്ന് ഇപ്പം കണ്ടറിയേണ്ടി വരും. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയില്ല. കൊളായിട്ടൊന്നുമില്ല. ചിലപ്പോ എന്റെ ടേസ്റ്റിന്റെ ഇത് കൊണ്ടാന്ന് പറയുന്നില്ല. എന്റെ വായിക്ക് നല്ല രുചിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇന്ന് രാത്രി അത്താഴത്തിനുള്ള കറിക്ക് അതാ ഒരു പാൻ വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് ചട്ടിയിലെ പരിപാടി ഇതാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിലാവും. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയല്ലേ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ടേ. ഇനി കുറച്ച് മുളക് പൊടിയേ, കുറച്ച് കൂടുതലല്ലേ. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണയില്ല അല്ലേ?
അപ്പോൾ ഇതിൻ്റെ പച്ചമണൽ മാറിയിട്ടുണ്ടേ. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, നല്ല കൂടി ഒന്ന് മസാലയിൽ ഇളക്കി യോജിപ്പിക്കുക. അതിന് കൂടെ തക്കാളി കൊണ്ട് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി. ഇനി അടുത്തൊന്ന് പുളിവെള്ളം കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നുണ്ടേ. എന്ത് ചെയ്യാം? അങ്ങനെ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മുടെ കിണർ ഇട്ട് കൊടുക്കുക. മത്തിമുട്ട ഇതൊന്ന് ഇളക്കി വയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ ഒപ്പം നമ്മൾ മത്തി കൊണ്ട് ഇട്ട് കൊടുക്കട്ടെ. ലേക്കുമ്പോഴൊക്കെ മത്തി ഇടുന്നത്. അപ്പം നമ്മുടെ മത്തി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മസാല കിടന്നിട്ടൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ മത്തിയെല്ലാം വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗം വെന്തു ഒന്ന് മറിച്ചിടണം. അല്ല ഒന്ന് പൊട്ടാതെ ഒന്ന് മറിച്ചിടാം. ഇതാകുമ്പോൾ പൊട്ടൂല അല്ല. അങ്ങനെ കുറച്ചുകൂടെ വെറ്റണ്ടേ? എളുപ്പത്തിലുള്ള പരിപാടിയാണ്. നല്ല ടേസ്റ്റാ. ഞാൻ കൂട്ടിയിട്ട് പറയാം. അപ്പൊ ഇതെല്ലാം ഒന്ന് മറിച്ച് കേട്ടോ. അപ്പൊ നമ്മുടെ മത്തി വറ്റിച്ചത്, മത്തി ഫ്രൈ എന്നെല്ലാം പറയാം അല്ലേ? എന്ന് വേണമെങ്കിലും പറയാം. അതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇടുന്നുണ്ടേ. സംഭവം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചാറൊന്നും വേണ്ട, തൊട്ടക്കാനും കൊണ്ട് ചാറ് അടച്ചു നോക്കുന്നുണ്ടേ. ഇപ്പൊ കരിയാമ്പിലിന്റെ ഒരു സ്മെല്ലെല്ലാം അതിലേക്കൊന്ന് ഇറങ്ങട്ടെ. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. രാത്രി അത്താഴം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. പുറത്ത് തണുത്ത കാറ്റടിക്കുന്നുണ്ട്, ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അങ്ങനെ ലത ഇതാ ചോറ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചോറും ഇതെന്താന്ന് കൈപ്പക്ക കൊണ്ടാട്ടം അല്ലേ? കൈപ്പക്ക കൊണ്ടാട്ടമുണ്ട്. പിന്നെ നമ്മളെ മുതിരക്കറിയാണ് കേട്ടോ, മുതിരക്കറി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ലതയുടെ മത്തി ഫ്രൈ അല്ലേ? പിന്നെ അതിനൊരു 2 കഷ്ണം കോരിയെടുക്ക്. മതി. ആ പറ്റപ്പറ്റ ചാറും കൂടെ ലേശാക്കി. ചാറൊന്നുമില്ല, എന്നാലും ആ പറ്റപ്പറ്റ. മതി 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 മതി. അല്ല, ഇതിൽ എണ്ണറില്ലേ? എണ്ണറുണ്ടാവും ഭാഗ്യം പോലെ. ഇതാ 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 ഉണ്ട് ഉണ്ട്. ഇതാ എണ്ണറുണ്ട് കേട്ടാ. ആദ്യം മത്തിയുടെ മസാലയും ഇതാ അല്ല 1-2 എണ്ണറും എല്ലാം ചോറിലും നോക്കാം. എണ്ണറും ആ മസാലയെല്ലാം ചോറിലിങ്ങനെ കുഴക്കുക. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. നല്ല മസാലയാണ്. കിണറ് അടുത്തടുത്ത് കടിക്കാൻ കിട്ടുന്നുണ്ട്. കിണറ് മത്തിയുടെ പീസം കൊടുക്കുക, അതും ചോറിൽ വെക്കുക. എല്ലാം ഒന്ന് കുഴച്ചിട്ടിട. പറ്റപ്പറ്റ ചാറാങ്ങലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അടുത്ത നല്ല നാടൻ കയ്പൊക്കെ കൊണ്ടാട്ടം. ഇത് ലെതറെ ഫ്രണ്ട് മാലിന് അതൊക്കെ ഫ്രീ ആയി കൊടുത്തതാണ് കേട്ടാ ഈ കൊണ്ടാട്ടം. നല്ല കൊണ്ടാട്ടം കേട്ടാ. അത് വെളിച്ചെണ്ണ പൊരിയുമ്പം ആ നാടൻ കൊണ്ടാട്ടം നല്ല ടേസ്റ്റാണ്. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നേരത്തെ ചാറ്റർ മഴ ഉണ്ടായിട്ട് ഇപ്പം നല്ല മഴയുണ്ട്. ഇത് നമ്മളെ മുതിര. ഇതെന്റെ ഉച്ചക്കത്തെ കറിയാണ് മുതിര. മുതിര അരച്ചിട്ട് വെച്ചതാണ്. അപ്പം ഞാൻ ഇത് ആസ്വദിച്ച് കഴിക്കട്ടോ. ഓക്കെ.